നമസ്കാരം. കേരള പോസ്റ്റ് ന്യൂസിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. വാർത്തകളുടെ തിരക്കിൽ പലപ്പോഴും മുഖ്യധാരയിൽപ്പെടാതെ മറഞ്ഞുപോകുന്ന വസ്തുതകളെ അന്വേഷിക്കുകയും ആ വിഷയത്തെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. ഞാൻ ദിലീപ് പട്ടാമ്പി. ഏവർക്കും സ്വാഗതം. ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള ഒരു മാർഗമാണ് PM ശ്രീ പദ്ധതി എന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. എന്താണ് NEP? എന്താണ് PM ശ്രീ പദ്ധതി? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതിനെ ചൊല്ലി വിവാദമുയരുന്നത്? നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. അനുഭവാധിഷ്ഠിത പഠനം, നൈപുണ്യ വികസനം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ബഹുഭാഷാ പഠനം, സമഗ്ര വിദ്യാഭ്യാസം, ഹരിതവും ആധുനികവുമായ സ്കൂൾ ക്യാമ്പസുകൾ തുടങ്ങി വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാതലായ വശങ്ങളാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് രാജ്യത്തെ സർക്കാർ സ്കൂളുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിയാണെന്നാണ്. പല സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. ഈ കാഴ്ചപ്പാടുകൾ നടപ്പാക്കുന്നതിനാണ് 2022 കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ആയിരക്കണക്കിന് സർക്കാർ സ്കൂളുകളെ മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യം. ഡിജിറ്റൽ ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, സ്മാർട്ട് പഠന സംവിധാനങ്ങൾ, കഴിവ് വികസന പരിശീലനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസുകൾ തുടങ്ങിയവയായിരുന്നു പദ്ധതിയുടെ പ്രധാന ആകർഷണങ്ങൾ. ഭാവിയിലെ തൊഴിൽ ലോകത്തിന് അനുയോജ്യമായ വിദ്യാർത്ഥികളെ വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഇതുവരെ കേൾക്കുമ്പോൾ ഒരു നല്ല വിദ്യാഭ്യാസ പദ്ധതിയായി ഇതിനെ കണക്കാക്കാം. പക്ഷെ കേരളത്തിൽ വിവാദം തുടങ്ങുന്നത് മറ്റൊരു കാരണത്താലാണ്. PM ശ്രീ പദ്ധതിയിൽ ചേരുന്ന സ്കൂളുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചില മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിക്കുന്നു എന്നാണത്. ഇവിടെയാണ് തർക്കം ആരംഭിക്കുന്നത്. അതിലൊന്ന് ഹിന്ദി ഭാഷ നിർബന്ധിതമാക്കും എന്നതാണ്. അത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഈ നയത്തിലെ ഏറ്റവും കൂടുതൽ വിവാദമായ ഭാഗങ്ങളിൽ ഒന്നാണ് 3 ഭാഷാ നയം. 3 ഭാഷാ നയം പ്രകാരം വിദ്യാർത്ഥികൾ 3 ഭാഷകൾ പഠിക്കണമെന്നാണ് നിർദ്ദേശം. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മറ്റൊരു ഇന്ത്യൻ ഭാഷയും, ഹിന്ദി അല്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഭാഷയും ഇംഗ്ലീഷും മറ്റൊരു ഇന്ത്യൻ ഭാഷയും പഠിക്കണമെന്നാണ് നയത്തിൽ പറയുന്നത്. ഇവിടെയാണ് കേരളത്തിൽ വിവാദമുയരുന്നത്. കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പറയുന്നത് ഇത് ഹിന്ദി ഭാഷയെ പരോക്ഷമായി നിർബന്ധമാക്കാനുള്ള ശ്രമമാണെന്നാണ്. ഇവിടെ ഒരു പ്രധാന ചോദ്യം, ഹിന്ദി പഠിക്കുന്നത് കൊണ്ടല്ലേ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി മലയാളിക്ക് ആശയവിനിമയം സാധ്യമാകുന്നത്? അത് നമ്മുടെ രാഷ്ട്രഭാഷ കൂടിയാണ്. ഇംഗ്ലീഷും അറബിയും ഉൾപ്പെടെ വൈദേശിക ഭാഷകൾ ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യവുമാണ്. ലോകത്തെവിടെയും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നമ്മെ സഹായിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ളത് ഗുണകരമായ ഒരുപാട് മലയാളികളുമുണ്ട്. ഹിന്ദി ഭാഷയിൽ അറിവ് വർദ്ധിക്കുന്നത് നമ്മുടെ രാജ്യത്തുടനീളം ആശയവിനിമയോപാധിയാണ്. അന്ധമായി ഒരു ഭാഷയെ എതിർക്കുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്നത് ഹിന്ദി ഒരിടത്തും നിർബന്ധമാക്കിയിട്ടില്ലെന്നും സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ്. കേന്ദ്ര പദ്ധതി വിവാദമാക്കുന്ന സമീപനം എല്ലാ കാലവും കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ഈ പദ്ധതിയിലും കാണാം. എന്നാൽ വിവാദത്തിലെ ഏറ്റവും രസകരമായ വസ്തുത എന്തെന്നാൽ കഴിഞ്ഞ സർക്കാർ കാലത്ത് പ്രസ്തുത പദ്ധതി കരാർ ഒപ്പുവെച്ചവർ ഇന്ന് പദ്ധതി നടപ്പാക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു. അതേസമയം പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ അന്ന് ചോദ്യം ചെയ്തവർ ഇന്ന് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് പുതിയ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പദ്ധതിയിൽ നിന്ന് UDF സർക്കാർ പിന്മാറില്ലെന്നും പാഠ്യപദ്ധതി നിശ്ചയിക്കാൻ സംസ്ഥാനത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിൽ ഉപാധികളോടെ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ കേരള സർക്കാർ പലതവണ പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ലെന്നാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തിൻ്റെതായ സമീപനമുണ്ട്. അതുകൊണ്ട് തന്നെ NEPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ ചേരുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ നിയമസഭാ പ്രതിപക്ഷ നേതാവും
PM ശ്രീ പദ്ധതി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നൽകിയ പ്രസ്താവന വാസ്തവത്തിൽ അനുചിതമാണ്. ഒരു സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാവില്ലെന്നും സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റി വേണം, കൂടാതെ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ പട്ടികയും തയ്യാറാക്കി കേന്ദ്രത്തിന് അയക്കണം. എന്നാൽ LDF സർക്കാർ ധാരണാപത്രം ഒപ്പിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയോ സ്കൂളുകളുടെ പട്ടിക കൈമാറുകയോ ചെയ്തിട്ടില്ലെന്നും പിണറായി വിജയൻ പറയുന്നു. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പദ്ധതി നടപ്പാക്കുന്നതിലെ ഘട്ടങ്ങളാണ്. തത്വത്തിൽ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞ സർക്കാർ തയ്യാറായതാണ്. കഴിഞ്ഞ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 92 കോടി രൂപയിലധികം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 106 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ SSK ഫണ്ട് പിടിച്ചുവെച്ചതിനെ തുടർന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ബുദ്ധിമുട്ടിലായെന്നും പണം ചെലവിടുന്നതിന് തടസ്സമായപ്പോൾ ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്നുമാണ് ഇപ്പോൾ പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. അതേസമയം പദ്ധതിയെ അനുകൂലിക്കുന്നവരുടെ വാദം വ്യത്യസ്തമാണ്. കേരളത്തിലെ നിരവധി സർക്കാർ സ്കൂളുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായവും അടിസ്ഥാന സൗകര്യ വികസനവും ലഭിക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നതിൽ രാഷ്ട്രീയം കൊണ്ടുവരരുതെന്നും അവർ അഭിപ്രായപ്പെടുന്നു. അവരുടെ ചോദ്യം ലളിതമാണ്. കേന്ദ്ര ഫണ്ടും വികസന പദ്ധതികളും ലഭിക്കുമ്പോൾ അതിൽ നിന്ന് വിദ്യാർത്ഥികളെ അകറ്റുന്നത് ശരിയാണോ എന്നാണ്. പദ്ധതിയെ അനുകൂലിക്കുന്നവരുടെ ഈ ചോദ്യം ന്യായമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രധാന പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിനുള്ള കാലതാമസം ഒരു തലമുറയോടുള്ള വെല്ലുവിളിയാണ്. പുതിയ പഠന കമ്മിറ്റികൾ എന്ന പ്രഹസനങ്ങൾ കൊണ്ട് എന്താണ് നമ്മൾ ഭാവി തലമുറയോടുള്ള കരുതലായി കാണുന്നത്? കക്ഷി രാഷ്ട്രീയം മാറ്റിവെക്കാം. നല്ല പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു നിമിഷം പോലും നിഷേധിക്കരുത്. സാധാരണക്കാരന് കുട്ടികളെ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് അയക്കാനുള്ള ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് ഇനിയും പദ്ധതി തടസ്സപ്പെടുത്തരുത്. രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിലെ സർക്കാരിനോടുള്ള ഒരു അഭ്യർത്ഥന, ഒരു മതസംഘടനകളുമല്ല കുട്ടികൾ എങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ നാട് ഭരിക്കുന്നവരാണ്, ആ സർക്കാരാണ്. മറിച്ചായാൽ നാളെ നിങ്ങളെയും ഒരു തലമുറ പുച്ഛത്തോടെ വിലയിരുത്തും. അതിനിടപെടാതിരിക്കട്ടെ. മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സാധാരണക്കാരനും പ്രാപ്യമാകട്ടെ. നന്ദി, നമസ്കാരം.